പ്രവാസ ലോകത്തെ വാർത്തകൾ. യു.എസിൽ പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങൾ വരുന്നു. കുടിയേറ്റക്കാർ എല്ലാവരും ഫെഡറൽ ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്നും രേഖകൾ കൈവശം വെക്കണമെന്നും മുന്നറിയിപ്പ്. നിയമപരമായി യു.എസിൽ പഠിക്കാനോ ജോലി ചെയ്യാനോ അനുവാദമുള്ളവർ ഉൾപ്പെടെ യു.എസിലേക്ക് കുടിയേറുന്ന ഏതൊരു വ്യക്തിയോടും രേഖകൾ ആവശ്യപ്പെട്ടാൽ നൽകേണ്ടി വരുമെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് പറഞ്ഞു. പൗരന്മാരല്ലാത്ത 18 വയസ്സിൽ കൂടുതലുള്ള എല്ലാവരും എല്ലായ്പ്പോഴും ഈ ഡോക്യുമെന്റേഷൻ കൈവശം വയ്ക്കണം. യു.എസിലെ നിയമവിരുദ്ധമായി താമസിക്കുന്ന എല്ലാവരും ഫെഡറൽ ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്യണമെന്നും രേഖകൾ കൈവശം വയ്ക്കണമെന്നും ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അറിയിച്ചിരുന്നു. ഇത് അംഗീകരിച്ചുകൊണ്ട് യു.എസ് ജില്ലാ ജഡ്ജി ഉത്തരവിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് DHS വിജ്ഞാപനം വന്നിരിക്കുന്നത്. സാധുവായ വിസയിൽ അമേരിക്കയിൽ പ്രവേശിച്ചവർ ഗ്രീൻ കാർഡുകൾ, തൊഴിൽ അംഗീകാര രേഖ, അതിർത്തി കടക്കൽ കാർഡ് അല്ലെങ്കിൽ I-94 പ്രവേശന രേഖ എന്നിവ കൈവശം വെച്ചിരിക്കുന്നവർ ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പ്രക്രിയ അവരെ ബാധിക്കില്ല. എന്നാൽ H-1B വിസയുള്ള ഇന്ത്യൻ തൊഴിലാളികൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ പോലുള്ളവർ 24 മണിക്കൂറും രേഖകൾ കൈവശം വെക്കേണ്ടി വരുമെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലുടനീളം US സന്ദർശക വിസകൾക്കായുള്ള കാത്തിരിപ്പ് സമയം കുത്തനെ കുറയുന്നു. ആയിരക്കണക്കിന് ഇന്ത്യൻ അപേക്ഷകർക്ക് ഇത് ആശ്വാസകരമാണ്. ഇന്ത്യയിലെ US കോൺസുലേറ്റുകളിൽ സന്ദർശക വിസ അപ്പോയിന്റ്മെന്റിനുള്ള കാത്തിരിപ്പ് സമയം സമീപ മാസങ്ങളിൽ ഗണ്യമായി കുറഞ്ഞു. B1, B2 വിസ അഭിമുഖങ്ങൾക്കായുള്ള നിലവിലെ കാത്തിരിപ്പ് സമയം ഇപ്പോൾ ഹൈദരാബാദിൽ 140 ദിവസവും മുംബൈയിൽ 151 ദിവസവും ഡൽഹിയിൽ 156 ദിവസവുമാണ്. എന്നിരുന്നാലും ചെന്നൈയിൽ ഇപ്പോഴും ഗണ്യമായ കാലതാമസം നേരിടുന്നുണ്ട്. 407 ദിവസത്തെ കാത്തിരിപ്പ് കാലയളവാണ് ചെന്നൈയിലുള്ളത്. ഹ്രസ്വകാല ബിസിനസിനോ ടൂറിസത്തിനോ വേണ്ടി അമേരിക്ക സന്ദർശിക്കുന്ന ഇന്ത്യൻ യാത്രക്കാർ B1, B2 വിസ ഉപയോഗിക്കുന്നു. ഈ വിസകൾക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്. കോവിഡിന് ശേഷം അന്താരാഷ്ട്ര യാത്ര പുനരാരംഭിച്ചതു മുതൽ വിസ ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുകയാണ്. US എംബസിയും കോൺസുലേറ്റുകളും നടത്തിയ പ്രവർത്തന മാറ്റങ്ങളെ തുടർന്നാണ് കാത്തിരിപ്പ് സമയങ്ങളിൽ അടുത്തിടെ കുറവുണ്ടായത്. ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു, പ്രോസസ്സിംഗ് വിൻഡോകൾ വികസിപ്പിച്ചു, അപ്പോയിന്റ്മെന്റ് ലഭ്യത മെച്ചപ്പെടുത്തുക തുടങ്ങിയ മാറ്റങ്ങളാണ് നടപ്പിലാക്കിയത്. വിനോദസഞ്ചാരികൾക്കും ബിസിനസ് സന്ദർശകർക്കും വേണ്ടിയുള്ള യാത്രാ പദ്ധതികളെ തടസ്സപ്പെടുത്തിയ ഗുരുതരമായ ബാക്ക്ലോഗ് പരിഹരിക്കുന്നതിനാണ് ഈ മാറ്റങ്ങൾ അവതരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സമയനിഷ്ഠയിൽ സൗദിയ എയർലൈൻസ് ആഗോളതലത്തിൽ ഒന്നാമത്. 94% സമയനിഷ്ഠയാണ് സൗദിയയ്ക്ക് നേട്ടമായത്. വിമാന സർവീസുകളുടെ സമയനിഷ്ഠയും പ്രവർത്തനങ്ങളും അവലോകനം നടത്തുന്ന സിറിയത്തിന്റെ മാർച്ച് മാസത്തെ റാങ്കിങ്ങിലാണ് സൗദിയ നേട്ടം കൈവരിച്ചത്. അറൈവലിന്റെ കാര്യത്തിൽ 94.07%, ഡിപ്പാർച്ചറിന്റെ കാര്യത്തിൽ 94%മാണ് സ്കോർ. കാലാവസ്ഥ, പ്രവർത്തന സാഹചര്യങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ മറികടന്ന് മികച്ച പ്രവർത്തനമാണ് സൗദിയ എയർലൈൻസ് നടത്തുന്നത്. 16,000 സർവീസുകളാണ് സൗദിയ നടത്തുന്നത്. വരും വർഷങ്ങളിൽ 118 വിമാനങ്ങൾ കൂടി ഉൾപ്പെടുത്തി തങ്ങളുടെ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും പദ്ധതിയുണ്ട്. നിലവിൽ 147 വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ താൽക്കാലിക തൊഴിൽ വിസ പ്രഖ്യാപിച്ചു. ജൂണിൽ ആരംഭിക്കുന്ന മൺസൂൺ വിപണി ലക്ഷ്യമിട്ടാണ് നീക്കം. ഖാരിഫ് കാലം അഥവാ മൺസൂൺ സീസണിനെ വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ് ഒമാൻ. ഖാരിഫ് സീസൺ ഒമാനിലെ ഒരു പ്രധാന ടൂറിസം ആകർഷണമായതിനാൽ ഈ സമയത്ത് ഇവിടേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളും നിരവധിയാണ്. ഈ തിരക്ക് കണക്കിലെടുത്ത് ഇത്തവണയും പ്രവാസികൾക്ക് താൽക്കാലിക തൊഴിൽ പെർമിറ്റ് അനുവദിക്കണമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഒമാൻ തൊഴിൽ മന്ത്രാലയം. കഴിഞ്ഞ വർഷം ഈ സൗകര്യം ഉപയോഗപ്പെടുത്തി 100 കണക്കിന് പ്രവാസികൾ ജോലിക്കെത്തിയിരുന്നു. വാണിജ്യ മേഖലയെ സജീവമാക്കുക എന്നത് ലക്ഷ്യം വെച്ചാണ് ഒമാന്റെ ഈ നടപടി. ഇതുവഴി സ്ഥാപനങ്ങൾക്ക് പ്രവാസി തൊഴിലാളികളെ താൽക്കാലിക വിസയിൽ കൊണ്ടുവരുന്നതിന് അനുമതി ലഭിക്കും. ഖാരിഫ് സീസണിലെ വാണിജ്യപരമായ ആവശ്യകതകൾ നിറവേറ്റുക, തൊഴിൽ കച്ചവടം സുഗമമാക്കുക, രേഖകളില്ലാത്ത തൊഴിലാളികളെ നിയമിക്കുന്നത് ഒഴിവാക്കുക എന്നിവയാണ് ഈ താൽക്കാലിക പെർമിറ്റുകളുടെ പ്രധാന ലക്ഷ്യം. അതേസമയം ഈ താൽക്കാലിക വിസകൾ ഖാരിഫ് സീസണിലെ ദൈർഘ്യമനുസരിച്ച് പരിമിതപ്പെടുത്തിയിരിക്കും. സാധാരണയായി ജൂൺ അവസാനം മുതൽ സെപ്റ്റംബർ വരെയാണ് ഒമാനിലെ ഖാരിഫ് സീസൺ ഉണ്ടാവുക. താൽക്കാലിക തൊഴിൽ പെർമിറ്റിനായി അപേക്ഷിക്കുന്നതിനും മറ്റ് വിശദാംശങ്ങൾക്കും ഒമാനിലെ തൊഴിൽ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ബന്ധപ്പെട്ട അധികാരികളെ സമീപിക്കുകയോ ചെയ്യാവുന്നതാണ്. എന്നാൽ താൽക്കാലിക വിസയിലെത്തുന്ന തൊഴിലാളികൾ വിസയുടെ കാലാവധി കഴിഞ്ഞാൽ ഒമാനിൽ തുടരാൻ പാടില്ല. തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിലെ റോഡുകളിൽ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ പോർട്ടബിൾ ക്യാമറകൾ സ്ഥാപിക്കുന്നു. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകാവുന്ന ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ക്യാമറകളാണിത്. പുതിയ റാസിദ് ക്യാമറകളുടെ ഇൻസ്റ്റലേഷൻ ആരംഭിച്ചതായി ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലെ ട്രാഫിക് അവയർനെസ് യൂണിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ അബ്ദുള്ള ബു ഹസൻ പ്രഖ്യാപിച്ചു. ഈ ക്യാമറകൾ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നവയാണ്.
കൊണ്ടുപോകാനും ഇൻസ്റ്റോൾ ചെയ്യാനും എളുപ്പമുള്ളവയും ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാവുന്നതുമാണ്. വേഗതയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ കണ്ടെത്താനും ഇതിലൂടെ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫോൺ ഉപയോഗിക്കാതെ വാഹനം ഓടിക്കുക എന്ന പ്രമേയത്തോടെ ആരംഭിച്ച 38ാമത് ഏകീകൃത ഗൾഫ് ട്രാഫിക് വീക്കിന്റെ ഉദ്ഘാടന പത്രസമ്മേളനത്തിലാണ് ബൂ ഹസൻ ഇക്കാര്യം അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.